നമുക്കൊരു ആവേശം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ജയൻ സാറിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയാണ് പൗരുഷത്തിൻ്റെ പ്രതീകം. അതായത് ആള് ഒരു പൗരുഷം തന്നെയാണ്. എന്തുണ്ടെങ്കിലും തുറന്നു പറയും, എല്ലാ കാര്യങ്ങളും. ആളാവാൻ വരരുത് ഇല്ലേ? അത് സുരേഷ് ഗോപി സാറായ കാരണമാണ് പറഞ്ഞത്. ആൾ അഭിനയിക്കാറില്ല, എല്ലാതും തുറന്നു പറയുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ മാത്രമല്ല സഹായിച്ചു തുടങ്ങിയത്, അതിന് മുമ്പ് ആൾ സഹായിക്കാറുണ്ട്. പാലക്കാടുള്ള നമ്മുടെ ഒരു കുട്ടിക്ക് വീട് പണിത് കൊടുത്തത് ഒരു 15 കൊല്ലം മുമ്പാട്. ഞാനത് അറിഞ്ഞിരുന്നു അന്ന് കാലത്ത്. ഒരു പേര്, ആ കുട്ടി വഴിയിൽ ഉപേക്ഷിച്ച കുട്ടിയാണ് ആ കുട്ടീനെ. എന്നിട്ട് അത് ആൾക്കാരെടുത്ത് വളർത്തി അങ്ങനെ സുരേഷ് ഗോപി സാറിനെ അന്ന് കാലത്ത് അറിയിച്ചതാണ്. പക്ഷേ ആളിവിടെ ഇതിലേക്ക് വന്നപ്പോഴല്ല സഹായിച്ചിട്ടുള്ളത്, ഇതിന് മുമ്പേ ആള് സഹായിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആൾക്ക് ഇത് മനസ്സിലായി, കൂടുതൽ സഹായിക്കണമെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കൂടുതൽ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ആളിതിലേക്ക് വന്നിട്ടുള്ളത്. അത് ആൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, അതിൽ നമ്മൾക്ക് ഒന്നും പറയാനില്ല. കാരണം ഒന്ന് അങ്ങനെ ഇപ്പോൾ സാറിന് ചായ കൊടുത്തു, സാറിന് ഇഷ്ടപ്പെട്ടു. ചായ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ പുള്ളിനെ പരിചയം? ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ്. ജയൻ സാറായിട്ട് വന്നപ്പോഴുള്ള പരിചയം. ഇന്നത്തെ പരിപാടിയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിയോ? ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഓഫീസിൽ അവരിരുത്തിയായിരുന്നു തന്നെ. ചായ സുരേഷ് ഗോപി സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ, ഫോൺ വിളിച്ച്. അങ്ങനെ എത്തിയതാണ്. അങ്ങനെ ഇരുത്തി അവിടെ റൂമിലിരുത്തി, ഫാനും AC ഒക്കെ ഇട്ട് തന്നു, അടിപൊളിയായിട്ട് ഇരുത്തി. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ പേര് ബിന്ദു ചേച്ചി. എന്തായാലും ബിന്ദു ചേച്ചിക്ക് വലിയൊരു എങ്ങനെയുണ്ടായിട്ടാ ജയനെ പെട്ടെന്ന് കണ്ടപ്പോ? ജയൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇറങ്ങി വന്ന പോലെയാണ്. നമ്മുടെ ഭൂമിയിലേക്ക് വീണ്ടും 43 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജീവിച്ചിരിക്കുന്ന ഒരു ജയൻ ചേട്ടനാണിത്. ഈ ജയൻ ചേട്ടൻ നമ്മൾക്ക് എന്നും